ഹായ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് സോറി. കാരണം ഇത്ര ഡിലേ ആയത് ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ടാണ്. ഷോർട്സൊക്കെയാണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തേനെ. ലോങ് വീഡിയോ ചെയ്ത് അത്ര പരിചയമില്ല. അപ്പം വെൽക്കം ടു മൈ Q&A സെഷൻ. അപ്പം ഓൾ അബൌട്ട് മൈ ബേക്കിംഗ് ക്ലാസ്. ഞാൻ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് അത്യാവശ്യം ആൾക്കാർക്കെല്ലാം അറിയേണ്ടത്. ഞാൻ അത്യാവശ്യം മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പം ഒരു സെപ്പറേറ്റ് ആയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു Q&A സെഷൻ ചെയ്തത്. അപ്പം ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ദ ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോടാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ബ്ലൂ ഡയമണ്ട് മോളിൻ്റെ അടുത്തായിട്ട് വരും. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ഇവിടെ ഇപ്പം കൊടുക്കുന്നില്ല കേട്ടോ, ഓഫ്ലൈൻ ക്ലാസ്സസ് മാത്രമാണുള്ളൂ. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്നില്ല. പക്ഷേ നമ്മളോട് തന്നെ ഉള്ളത് പല സ്ഥലത്തുനിന്നും വരുന്ന ആൾക്കാരാണ്, ദൂരത്തു നിന്നൊക്കെ വരുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഹോസ്റ്റലൊക്കെ കിട്ടും. പിന്നാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും ഫീസ് എത്രയാണ്, ഫീസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. അപ്പം ഫീസ് എന്തായാലും നമ്മൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് വാരി ചെയ്യും. ഇവിടെ 3 കോഴ്സാണുള്ളത്. 22 ഡേയ്സിൻ്റെ കോഴ്സ് ഉണ്ട്, 55 ഡേയ്സിൻ്റെ കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സും ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1 ഇയർ കോഴ്സായിട്ട്. 22 ഡേയ്സ് ആണ് കേക്ക് മാത്രവും. 55 ഡേയ്സ് ആണെങ്കിൽ അത്യാവശ്യം എല്ലാം പഠിപ്പിക്കും. പക്ഷേ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ബാച്ചായിട്ട് നോക്കുമ്പം ഡിപ്ലോമ ബാച്ചിൽ ഇപ്പം 20 ബ്രെഡ്സിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 55 ഡേയ്സിൽ ഒരു 10 അല്ലെങ്കിൽ 5 ബ്രെഡ്സിനെ പറ്റിയായിരിക്കും പഠിക്കുക. അങ്ങനെയാണ്. 55 ഡേയ്സിൽ ഐ വി പാക്കേജ് ഇൻക്ലൂഡ് ഉള്ളതും ഉണ്ട്, ഇൻക്ലൂഡ് അല്ലാത്തതും ഉണ്ട്. അപ്പം ഐ വി വരിക സിംഗപ്പൂരിലായിരിക്കും. നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടാവും. അപ്പം ഇതിലും ഉണ്ട്, ഡിപ്ലോമ ബാച്ചിലുണ്ട്. ഡിപ്ലോമ ബാച്ച് നോക്കുകയാണെങ്കിൽ 6 മന്ത് ചെയ്യുകയും നെക്സ്റ്റ് 6 മന്ത് ഇൻറ്റേൺഷിപ്പും ആയിരിക്കും. നാട്ടിൽ നിന്ന് എക്സാം എഴുതിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ സിംഗപ്പൂരിൽ പോയിട്ട് അവിടെ എക്സാം ചെയ്യുന്ന സിംഗപ്പൂരിയൻ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. 100% പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടും. പിന്നെന്താ, അതൊക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏത് കോഴ്സിനോടാണ് എടുക്കാൻ താല്പര്യം, അതോ ഡിപ്ലോമയോ 55 ഡേയ്സ് ആണെങ്കിൽ നിങ്ങളൊന്ന് എന്നെ DM ചെയ്യട്ടോ, ഞാൻ അന്വേഷിച്ചിട്ട് എന്തായാലും പറഞ്ഞുതരാം. 22 ഡേയ്സ് ആണെങ്കിൽ ഞാൻ ഉള്ളപ്പോൾ ഉള്ള ടൈമിലുള്ള കോഴ്സ് എനിക്ക് ഓഫറിൻ്റെ ടൈമിലായതുകൊണ്ട് കിട്ടിയത് 40,000 ആണ്. അപ്പം പക്ഷെ എൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്ത ഒരാൾ 46 സംതിങ് ആണ് കൊടുത്തത്. അതിപ്പം നമ്മൾ ഏത് ടൈമിൽ ജോയിൻ ചെയ്യുന്നു ആ ടൈമിൽ എന്തെങ്കിലും ഓഫർ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ടുള്ള റേറ്റ് പറയാൻ പറ്റുക. അപ്പം ഞാൻ ഓഫീസിൽ ചോദിച്ചുതരാം. ഇപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏത് ടൈമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഏത് ടൈം നിങ്ങൾക്ക് അന്വേഷിക്കണം, അതുപോലെ ഇരിക്കും. ഞാൻ എന്തായാലും ചോദിച്ചിട്ട് പറയാം. നിങ്ങൾക്ക് 55 ഡേയ്സോ ഡിപ്ലോമയോ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ പേജിലൊന്ന് DM ചെയ്താൽ മതി. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് അയച്ചു തരാം. പിന്നെ ഇതിൽ എനിക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലേ, എൻ്റെ ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഞാൻ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു വീഡിയോസിൽ ഞാൻ ഓൾമോസ്റ്റ് ഡ്രസ്സും ഞാൻ വാങ്ങിയത് SM സ്ട്രീറ്റിൽ നിന്നാണ്. SM സ്ട്രീറ്റിലാണ് പൊതുവേ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടാറില്ല. സ്റ്റുഡിയോന്ന് ഞാൻ വാങ്ങാറുണ്ട്. ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയ ഡ്രസ്സസും ഉണ്ട്. പിന്നെ തായ്ലാൻഡിൽ പോയപ്പം 3 ഡ്രസ്സ് വാങ്ങിയിരുന്നു, അതും ഉണ്ട്. സ്റ്റുഡിയോ ഞാനിപ്പോൾ ചെറുതായിട്ട് ബ്രേക്ക് പിടിച്ചേക്ക്, കാരണം എല്ലാവരും ഇപ്പോൾ സ്റ്റുഡിയോ ഇടുന്നുണ്ട്. പക്ഷേ സ്റ്റുഡിയോയിൽ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പൊതുവേ ഞാൻ SM നിന്നാണ് വാങ്ങാറ്. പിന്നെന്താ, അത്യാവശ്യമെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം പിന്നെ ഞാൻ എന്താണ് ആഫ്റ്റർ പ്ലാനിങ് ചോദിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പം 22 ഡേയ്സിൻ്റെയാണ്. എനിക്ക് കേക്ക് ബേക്കിങ്ങിനോടൊരു പാഷനുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പഠിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ 5ാം ക്ലാസ് മുതലേ എനിക്ക് ബേക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ പറയാമായിരുന്നു എനിക്ക് കേക്ക് ഉണ്ടാക്കണം. അങ്ങനെ കേക്ക് ഉണ്ടാക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എല്ലാം കൊളായിപ്പോക്കാണ് പതിവ്. അപ്പം വീട്ടിൽ നിന്ന് പറയും ഇനി ഉണ്ടാക്കണ്ട, ഇനി നീ പഠിച്ചിട്ടുണ്ടാക്കിയാൽ മതി. അപ്പം വെക്കേഷൻ ടൈമിൽ ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കയറിയതാണ്. ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണുള്ളത്. അപ്പം ഈ വെക്കേഷൻ ടൈമിൽ വെറുതെ കുറച്ച് പ്രൊഡക്റ്റീവൊക്കെ ആക്കാമല്ലോ. പിന്നെ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു കോഴ്സ് സെലക്ട് ചെയ്തത്. ആഫ്റ്റർ പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം +2 കഴിഞ്ഞ് ഇനി ഞാൻ LLB എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവുകയായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ലോങ് വീഡിയോ ആണ്, എനിക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട്, ചോദിക്കുന്നതിനും എല്ലാം ഒരിതുണ്ട്. കാരണം ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഇതില്ല.
എന്തെങ്കിലും ക്ലാരിഫൈ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയും ഒരു ഇതുണ്ടെങ്കിൽ എന്തായാലും എന്നെ DM ചെയ്യോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ പറയാൻ കുറച്ച് വിട്ടുവരുന്നു. ഇപ്പം 22 ഡേയ്സിൻ്റെ ബാച്ച് ആണെങ്കിൽ 2 ആൾക്കാർക്കും കൂടി ഒരു കേക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്തിട്ടായിരിക്കും എടുക്കുക. ഡിപ്ലോമ ബാച്ചിക്കും 55 ഡേയ്സ് ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് പോലെ എന്ന് പറഞ്ഞാൽ എത്ര ടോട്ടൽ ആൾക്കാരുണ്ട് അങ്ങനെ നോക്കിയിട്ട് ഇപ്പം 3 ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു സാധനം ചെയ്യുക, അങ്ങനെയായിരിക്കും. അപ്പം സാധനം ചെയ്തിട്ട് ഫുള്ള് നിങ്ങൾക്ക് അതിൽ പിന്നെ ഡെസേർട്സും കുക്കീസും എവറിത്തിങ് എല്ലാം ഉണ്ടാവും. ഡിപ്ലോമ ബാച്ചുകാർക്കാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും അവരുടെ സാധനങ്ങൾ ഉണ്ടാക്കുകയായിരിക്കും. ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ക്ലാസ്സൊക്കെ അത്യാവശ്യം നല്ല ഷെഫായാലും അവിടെയുള്ള ആൾക്കാരായാലും കൊള്ളാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.